തിരുവനന്തപുരത്ത് 13 വയസ്സുകാരിയെ കാണാതായിട്ട് 24 മണിക്കൂറുകൾ പിന്നിടുന്നു. കൂടുതൽ വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാനമ്മയാണ് ഇപ്പോൾ കുട്ടിക്കൊപ്പം താമസമുണ്ടായിരുന്നത്. സ്ഥിരമായി ഈ കുട്ടിയെ രണ്ടാനമ്മ മർദ്ദിച്ചിരുന്നുവെന്ന് അയൽവാസി വ്യക്തമാക്കി. കുട്ടിയെ കണ്ടെത്താനായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ്. കുട്ടിയുടെ ചെന്നൈയിലുള്ള സഹോദരന്റെ വിവരം പോലീസ് കുട്ടിയുടെ വീട്ടിലെത്തി ശേഖരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചെന്നൈയിലെത്തുന്ന ട്രെയിനുകളിലും പരിശോധന നടത്താൻ തീരുമാനിച്ചിരുന്നു. അതേസമയം ഈ സഹോദരൻ ഇപ്പോൾ ചെന്നൈയിലല്ല ബംഗളൂരുവിലാണ് എന്ന് പിന്നീട് സ്ഥിരീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റി പോലീസാണ് ചെന്നൈ പോലീസിന് നേരത്തെ കുട്ടിയുടെ വിവരങ്ങൾ കൈമാറിയിരുന്നത്. RPFനും കുട്ടിയുടെ വിവരങ്ങളും ചിത്രങ്ങളും പോലീസ് കൈമാറിയിട്ടുണ്ട്. ആസാം സ്വദേശിയായ തസ്മിത് തസം എന്ന പെൺകുട്ടിയാണ് ഇന്നലെ രാവിലെ മുതൽ കാണാതായത്. बच्चा चेन्नई में उनसे बात हुआ था ये बात करने से तो कोई मुश्किल नहीं है. फोन आगे में लेके गया था, मालूम है इसका. और दूसरा मेरा बाहरा मेरा बीवी का बहन का हस्बैंड है. ये हस्बैंड मेरा बात फोन कर रहा था. फोन कर पूछा था आप मिला था क्या. मैं बोला था नहीं है. सुबह एक कॉल आया था और एक फोटो आया था. ट्रेन में बैठा है, ऐसा ट्रेन में बैठाया था. यही बात है. വൈകിട്ട് ഒരു 5:30 കൂടിയാണ് ഞാൻ അറിയുന്നത്. അപ്പോഴേക്കും നാട്ടുകാരും പോലീസുമൊക്കെ വളരെ സജീവമായി അന്വേഷണം നടത്തിയിരുന്നു. രാത്രി ഏകദേശം ഒരു 10 മണിയോടുകൂടി എന്തായാലും ഈ പ്രദേശത്തില്ല, എൻ്റെ ഇതുപോലൊരു അന്വേഷണം എൻ്റെ ഈ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നാട്ടുകാരും പോലീസൊക്കെ ഒത്തുചേർന്ന് അന്വേഷിച്ചു. ഈ പ്രദേശത്തില്ല എന്ന് ബോധ്യപ്പെട്ടു. രാത്രി 12 മണി വരെ ഞാൻ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പം ഞാൻ രാവിലെ വന്നത്. ആ കുട്ടികൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ, അവർക്ക് ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയാണ് വന്നത്. വളരെ സജീവമായി ഒരു 4-5 ദിവസമായി നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് പൂർവ്വ വിദ്യാർത്ഥി അങ്ങനെ ഒരു പൂന്തോട്ടമൊക്കെ ഉണ്ട്, പച്ചക്കറി കൃഷി, അതിനൊക്കെ സഹായിക്കുന്നതാണ് ഈ രക്ഷകർത്താക്കൾ. താൽക്കാലികമായി ഞങ്ങൾ ജോലി കൊടുത്ത് നിർത്തിയതാണ്. കുട്ടികൾ വളരെ മിടുക്കരായിരുന്നു. 2 മുസ്ലിം സ്കൂളിലേക്കാണ്. കഴിഞ്ഞ 3 ദിവസമായി പോയിട്ടില്ല. അപ്പോൾ ഇന്നലെ മെനിങ്ങാന്ന് അവിടുത്തെ സാറ് യൂണിഫോമൊക്കെ ആയിട്ട് ഇവിടെ വന്നിരുന്നു. അത് എൻ്റെ സ്കൂളിൽ ഇരിക്കുകയാണ്. ഇന്നോട്ട് കൃത്യമായി പോകാൻ വേണ്ടിയിരുന്നതാണ്. എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടാ. 12:30ക്കും ഈ 2 രക്ഷകർത്താക്കളെയും രണ്ടാമത്തെ കുട്ടിയെയും ഞാൻ നേരിട്ട് കണ്ടിരുന്നതാണ്. സ്വാഭാവികമായി ഈ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തമ്മിൽ ബഹളം ഉണ്ടാക്കാറുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വളരെ മാന്യമായിട്ടാണ് രക്ഷകർത്താക്കൾ 2 പേരും അതോടൊപ്പം കുട്ടികളുമൊക്കെ വളരെ എൻ്റെ സ്കൂളിലാണ് മിക്കവാറും ഒക്കെ സഹകരിക്കുന്നത്. പിന്നെ 2 ദിവസം മാത്രമാണ് കഴക്കൂട്ട മുസ്ലിം ഹൈസ്കൂളിൽ പോയിട്ടുള്ളത്. मिस इधर से घूमो. രാജീവ് വിവരങ്ങളുമായി ചേരുകയാണ്. രാജീവ്, ഇപ്പോൾ ഈ വീട് കേന്ദ്രീകരിച്ച് നടക്കുന്ന വിവരശേഖരണത്തിൽ നിന്ന് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എന്തൊക്കെ പുതിയ വിവരങ്ങൾ നമുക്ക് ഔദ്യോഗികമായി നൽകാൻ കഴിയും? വീണ, അല്പസമയം മുമ്പ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുമായി നമ്മൾ സംസാരിച്ചപ്പോൾ കന്യാകുമാരി കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലിന് കൂടുതൽ പ്രാധാന്യം നൽകാനുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ പോലീസ് എത്തിയിരിക്കുന്നത്. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചെന്നൈയിലേക്ക് കുട്ടി പോയിട്ടുണ്ടാകാം എന്ന ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ചെന്നൈയിലേക്കുള്ള ട്രെയിനുകളിൽ പ്രത്യേകം പരിശോധന നടത്താനുള്ള നിർദ്ദേശവും പോലീസ് നൽകിയിരുന്നു. ചെന്നൈ പോലീസിന് ഈ കുട്ടിയുടെ വിവരങ്ങളും അതുപോലെ തന്നെ ചിത്രവും പോലീസ് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ RPFനും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ചിത്രങ്ങളും നിലവിൽ കൈമാറിയിട്ടുണ്ട്. ഏതായാലും ഈ ട്രെയിനുകളിൽ വ്യാപകമായി തന്നെ പരിശോധന നടത്താനുള്ള നിർദ്ദേശമാണ് നിലവിൽ പോലീസ് നൽകിയിരിക്കുന്നത്. ഇതിനൊപ്പമാണ് കൂടുതൽ സംഘം, കേരളത്തിൽ നിന്നുള്ള കൂടുതൽ പോലീസ് സംഘം അവിടെ എത്തി കന്യാകുമാരി കേന്ദ്രീകരിച്ചും വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. പുലർച്ചെ ഒരു സംഘമായിരുന്നു അവിടേക്ക് എത്തി തമിഴ്നാട് പോലീസുമായി ചേർന്നുള്ള തിരച്ചിൽ നടത്തിയത്. ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബീച്ചിൽ ഉൾപ്പെടെ പരിശോധന വ്യാപകമായി നടത്താൻ തന്നെയാണ് തീരുമാനം. കാരണം ഒരു ഓട്ടോ ഡ്രൈവർ മൊഴി കൊടുത്ത അനുസരിച്ചാണെങ്കിൽ ഈ കുട്ടി ബീച്ച് സൈഡിലേക്ക് നടന്നു പോകുന്നത് കണ്ടു എന്നാണ് മൊഴിയിൽ പറയുന്നത്. മാത്രമല്ല കന്യാകുമാരിയിൽ കുട്ടി എത്തി എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു പ്രതിസന്ധിയായി പോലീസ് പറയുന്നത് ഈ CCTV ദൃശ്യങ്ങളുടെ പരിശോധനയാണ്. മണിക്കൂറുകൾ വേണ്ടി വരുന്നു ഈ CCTV ദൃശ്യങ്ങളുടെ പരിശോധന പൂർത്തിയാക്കണം. രാജീവ്, ഇനിയിപ്പോൾ നമുക്ക് അധികം സമയമില്ല, 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കൂടുതൽ ഈ അന്വേഷണം വ്യാപിക്കേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഒരു ആദ്യ സംഘം, 5 പേരടങ്ങുന്ന ഒരു ആദ്യ സംഘം മാത്രമാണ് ഇപ്പോൾ കന്യാകുമാരിയിലുള്ളത്. ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണം. രാജീവ് സൂചിപ്പിച്ചതുപോലെ അതിന് അധികം സമയമെടുക്കും. ഒരാൾ പോരാ, വഴിയിലിറങ്ങി പലയിടങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിക്കണം. കന്യാകുമാരിയിൽ തന്നെ പലയിടങ്ങളിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട്. ഇനി അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ കുട്ടി പോയിട്ടുണ്ടോ എന്നറിയാൻ അവിടുത്തെ ദൃശ്യങ്ങൾ പരിശോധിക്കണം, ട്രെയിനുകൾ പരിശോധിക്കണം. അപ്പോൾ കൂടുതൽ സംഘം ഉണ്ടായേ കഴിയുകയുള്ളൂ. തമിഴ്നാട് പോലീസിന്റെ സഹായമാണോ കേരള പോലീസ് തേടുന്നത്, അതോ കേരള പോലീസിന്റെ കൂടുതൽ സംഘം, എത്ര പേരടങ്ങുന്ന സംഘം എപ്പോൾ പുറപ്പെടും എന്ന വിവരങ്ങൾ കൂടി ലഭിക്കുന്നു?
വീണ, തീർച്ചയായും ആദ്യ സംഘം മാത്രമായിരുന്നു ഇപ്പോൾ കന്യാകുമാരിയിൽ ഈ പരിശോധനയ്ക്കായി എത്തിയിരുന്നതെങ്കിൽ കൂടുതൽ സംഘത്തെ അവിടേക്ക് അയച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അനുസരിച്ച് വീണ്ടും ഒരു 15 പേരടങ്ങുന്ന സംഘം കന്യാകുമാരിയിലേക്ക് പോയിട്ടുണ്ട്. അവർ അല്പസമയത്തിനകം തന്നെ അവിടെ എത്തും. വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കണമെങ്കിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം ആവശ്യമാണ്. മാത്രമല്ല ഈ തമിഴ്നാട് പോലീസുമായി ചേർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പല മേഖലകളിലും തമിഴ്നാട് പോലീസും അതുപോലെ തന്നെ കേരള പോലീസും ചേർന്നാണ് ഈ തെരച്ചിൽ നടത്തുന്നത്. കുട്ടിയെ കണ്ടെത്താനുള്ള വ്യാപകമായ പരിശോധന തന്നെ നടത്തുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെയാണ് ഈ കുട്ടി എത്തിയതുമായി ബന്ധപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു. നിലവിൽ ഈ ഓട്ടോ ഡ്രൈവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോൾ ഈ CCTV ദൃശ്യങ്ങളിൽ കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ വിശദമായ അന്വേഷണം തന്നെ വേണ്ടിവരും. നമുക്കറിയാം റെയിൽവേ സ്റ്റേഷനാണ്, അവിടേക്ക് ധാരാളം ആളുകൾ എത്തുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ കുട്ടിയെ മാത്രമായി CCTV ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടെത്തുക പോലീസിനെ സംബന്ധിച്ച് വളരെ ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഉദ്യോഗസ്ഥരെ അവിടേക്ക് എത്തിച്ച് പരിശോധന ശക്തമാക്കുന്നത്. മാത്രമല്ല ഈ ബീച്ച് സൈഡിലൊക്കെ ക്യാമറകളുണ്ട്. പക്ഷേ ചില ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ചില ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് അത് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ ലഭിക്കാത്ത സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം ഏതായാലും വ്യക്തത വരുത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴുള്ളത്. ഏതായാലും വിശദമായി കന്യാകുമാരിയിൽ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പരിശോധന ഉണ്ടാകും. കന്യാകുമാരി മേഖലയിൽ തന്നെ കുട്ടി ഉണ്ട് എന്ന ഒരു രീതിയിലാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതിനൊപ്പം തന്നെയാണ് ഈ നാഗർകോവിൽ ഭാഗത്തേക്ക് കുട്ടി പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ നിന്ന് മറ്റൊരു ട്രെയിൻ കയറി ചെന്നൈ ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ എന്ന തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നത്. കാരണം ടിക്കറ്റ് എടുക്കാതെ കുട്ടിയുടെ കൈവശം ഉള്ളത് 40 രൂപയാണ്. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുക്കാതെ കുട്ടി ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറി ചെന്നൈയിലേക്കോ മറ്റോ പോയിട്ടുണ്ടോ എന്ന തരത്തിലുള്ള പരിശോധന നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ പോലീസ് ഈ വിശദാംശങ്ങൾ RPF-നും അതുപോലെ തന്നെ ചെന്നൈ പോലീസിനും കൈമാറിയിരിക്കുന്നത്. ഈ RPF-ന്റെ നേതൃത്വത്തിൽ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. RPF ഉദ്യോഗസ്ഥർ ലോക്കൽ കമ്പാർട്ട്മെന്റുകളിൽ ഉൾപ്പെടെ എത്തി കുട്ടിയുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തണമെന്ന നിർദ്ദേശം നിലവിൽ നൽകിയിട്ടുണ്ട്. ഈ രീതിയിലുള്ള നീക്കമാണ് നിലവിൽ തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ അവിടെ എത്തി വിശദമായ അന്വേഷണത്തിലേക്ക് നീങ്ങും. കുട്ടിയെ കണ്ടെത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ പോകുന്നത്. മാത്രമല്ല ഈ കുട്ടിയുടെ സഹോദരൻ ചെന്നൈയിൽ ഇല്ല എന്ന സ്ഥിരീകരണത്തിലേക്കും പോലീസ് എത്തിയിട്ടുണ്ട്. നേരത്തെ ഈ കുട്ടിയുടെ സഹോദരൻ ചെന്നൈയിൽ ഉണ്ടാകാം, അങ്ങനെയെങ്കിൽ കുട്ടി അവിടേക്ക് പോയിട്ടുണ്ടാകാം എന്നൊരു നിഗമനം പോലീസിന് ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടിയുടെ സഹോദരൻ ചെന്നൈയിലില്ല, ബാംഗ്ലൂരിലാണ്. അദ്ദേഹം തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഏതായാലും ഈ കന്യാകുമാരി കേന്ദ്രീകരിച്ച് തന്നെ കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് നിലവിൽ പോവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. ഇതിനൊപ്പം തന്നെ ട്രെയിനുകളിൽ വ്യാപകമായി പരിശോധന നടത്തും. കുട്ടി ബീച്ച് സൈഡിലേക്ക് നടന്നു പോയി എന്ന് ഓട്ടോ ഡ്രൈവർ മൊഴി കൊടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ മേഖല കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. അതിൽ പോലീസ് പറയുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേർ കന്യാകുമാരിയിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയെ മാത്രമായി തിരിച്ചറിയുക എന്നത് ഈ പ്രദേശവാസികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പ്രദേശവാസികളോടൊക്കെ ചോദിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അനുകൂലമായ ഒരു വിവരങ്ങൾ ലഭിക്കുന്നില്ല എന്നൊരു പ്രതിസന്ധി പോലീസിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് തന്നെ നേരിട്ട് പല മേഖലകളിലേക്കും എത്തി ഈ ഫോട്ടോ ഉൾപ്പെടെ കാണിച്ചുകൊണ്ടുള്ള പരിശോധന വ്യാപകമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കൂടുതൽ പോലീസിനെ അവിടേക്ക് എത്തിച്ചുള്ള പരിശോധനയും തെരച്ചിലും തന്നെ നടത്താനാണ് പോലീസ് ഒരുങ്ങുന്നത്. രാജീവ്, ഈ പോലീസിന്റെ അന്വേഷണത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്ന് പോലീസിനും വ്യക്തമായി അറിയാം. അവർ നമ്മുടെ സഹായവും തേടാറുണ്ട്. കേരളത്തിൽ സമീപകാലത്തുണ്ടായ 2 മിസ്സിംഗ് കേസുകളിലും എങ്ങനെയാണ് മാധ്യമങ്ങൾ പോലീസിനെ സഹായിച്ചതെന്ന് കേരളം കണ്ടതാണ്. പക്ഷെ അതേസമയം തന്നെ ഇത്തരം കേസുകളിൽ, മിസ്സിംഗ് കേസുകളിൽ വിവരങ്ങൾ പൂർണ്ണമായും പുറത്തുവിടാൻ കഴിയാത്ത സാഹചര്യവും പോലീസിനുണ്ട്. അത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗവുമാണ്. അങ്ങനെ തിരഞ്ഞു പോയാൽ മാത്രമേ അവർക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടൊരു പക്ഷേ അവർ നമ്മൾക്ക് കിട്ടിയ വിവരത്തിനേക്കാൾ, അല്ലെങ്കിൽ നമ്മൾക്ക് തന്ന വിവരത്തിനേക്കാൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുണ്ടാകും എന്ന് കരുതാം, അല്ലേ? തീർച്ചയായും നിലവിൽ പൂർണ്ണമായ വിവരങ്ങൾ മാധ്യമങ്ങളോട് പോലീസ് പങ്കുവെക്കാറില്ല. ഇത് ഏത് ഘട്ടത്തിലും അത്തരം വിവരങ്ങളിലേക്ക് പോകാറില്ല. അതായത് പക്ഷേ ഇവിടെ കുട്ടിയെ കണ്ടെത്തേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്, പോലീസിന്റെയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ നമുക്ക് അവസാനം കിട്ടിയ വിവരം അനുസരിച്ച് ഐലൻഡ് എക്സ്പ്രസിൽ അവിടെ വന്ന സമയത്ത്, അതായത് കന്യാകുമാരിയിലേക്ക് ഐലൻഡ് എക്സ്പ്രസ് എത്തുന്ന സമയത്ത് CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആ ദൃശ്യങ്ങളിൽ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല ഈ റെയിൽവേ സ്റ്റേഷനിലെ കൂടുതൽ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അത് ഒരു ചെറിയ പ്രതിസന്ധി പോലീസ് നേരിടുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് നൽകാൻ കഴിയും. ഓക്കെ, ശരി രാജീവ്.